രക്ഷിക്കണേ എന്നു യാചിച്ചുകൊണ്ട് തങ്ങളെ ശരണം പ്രാപിച്ച കാട്ടാളന് ആ തപോധനന്മാർ രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുക്കുന്നു. പരബ്രഹ്മബോധം പ്രദാനം ചെയ്യുന്ന മോക്ഷമാർഗോപദേശത്താൽ ഇവനെ രക്ഷിക്കണം എന്ന് മഹർഷിമാർ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുന്നു. രാമ എന്ന വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ അവർ ചൊല്ലിക്കൊടുത്തു. മനസ്സ് ഏകാഗ്രമാക്കി കൊണ്ട് നിത്യവും മര മര എന്നു ജപിച്ചു കൊണ്ടിരിക്കണം. അവർ മടങ്ങി വരുവോളം ഇപ്രകാരം അനുഗ്രഹം നൽകിയിട്ട് വേഗത്തിൽ ദിവ്യമാർഗത്തിലൂടെ ഗമിച്ചു താൻ മര എന്നു ജപിച്ചിരുന്നു. പിന്നെ ദേഹം പുറ്റുവന്നു മൂടി. ഒരു ദിവസം മഹർഷിമാർ വന്നു പുറ്റിൽ നിന്നു പുറത്തു വരാൻ പറഞ്ഞതനുസരിച്ച് താൻ പുറത്തു വന്നു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠ തേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യബലം വരും സജ്ജനസംഗമാത് വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാതമനാമിവൻ ദിവ്യജനത്താലുപേക്ഷ്യൻ എന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധ പ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാ ഗമിച്ചിടിനാർ. നത്വാ മരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിയുവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ. ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേൻ ആശു നാഗൂതരാൽ.